എന്താണ് യഥാർത്ഥ പ്രണയം, സ്നേഹം, ഇഷ്ടം? യഥാർത്ഥ പ്രണയവും വ്യാജ പ്രണയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കൊക്കെ പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ട്. സൗഹൃദവും പ്രണയവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. ചില ബന്ധങ്ങൾ കാലങ്ങളോളം പരിശുദ്ധമായി നിലനിൽക്കുന്നു. മറ്റു ചിലതോ പെട്ടെന്ന് അവസാനിക്കുന്നു. അതിന് കാരണങ്ങൾ പലതാണ്. വ്യക്തിബന്ധങ്ങൾക്ക് ഇടയിലെ വൈകാരിക അടുപ്പവും അകലവും മറ്റേയാളുടെ പെരുമാറ്റത്തെ, സ്വഭാവത്തെ ഒക്കെ ആശ്രയിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം അനുവദിക്കാത്ത ബന്ധങ്ങൾ, പരസ്പരം ബഹുമാനിക്കാൻ കഴിയാത്ത ബന്ധങ്ങൾ. പൊസസീവ്നെസ് വേണം, എന്നാൽ അത് പരിധിയിൽ കൂടുതലായാൽ ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ, തെറ്റിദ്ധാരണ, അവിശ്വാസം, സംശയം, മറ്റാരെയും നോക്കാനും മിണ്ടാനും അനുവദിക്കാത്ത ലോക്കിംഗ് സമ്പ്രദായം, ഈഗോ, ഇതൊക്കെ ബന്ധങ്ങൾ തകരാൻ കാരണമാകും. ഒഴുക്കുള്ള നീരിൽ അഴുക്കില്ല എന്ന് പറയും പോലെ എന്തും തുറന്നു പറയാൻ, പങ്കിടാൻ കഴിയുന്ന ബന്ധങ്ങൾക്ക് ആഴവും ആയുസ്സും കൂടും. മറച്ചു പിടിക്കലുകൾ ബന്ധങ്ങൾ ശിഥിലമാക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നടുവിൽ സദാ സന്തോഷമാണെങ്കിൽ അതൊരു യഥാർത്ഥ പ്രണയമോ ഇഷ്ടമോ ആണ്. മറിച്ച് അത് ദുഃഖമാണ് പ്രദാനം ചെയ്യുന്നതെങ്കിൽ ആ ബന്ധം അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കാരണം യഥാർത്ഥ സ്നേഹത്തിൽ ദുഃഖത്തിന്, വേദനയ്ക്ക് സ്ഥാനമില്ല. സ്നേഹം മധുരമായി, അമൃതായി മാറേണ്ട ഒന്നാണ്. പരാതിയും പരിഭവവും ദുഃഖവും കണ്ണീരും സ്നേഹത്തിൻ്റെ മധുരത്തെ ഇല്ലാതാക്കുന്നു. വ്യാജവും യഥാർത്ഥ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലെങ്കിൽ വെല്ലുവിളിയാകും. പക്ഷേ നിങ്ങളെ സഹായിക്കാൻ ചില സ്ഥിതിവിവര കണക്കുകൾ ഇതാ. വ്യാജ പ്രണയം. സ്വാർത്ഥമായ ഉദ്ദേശങ്ങൾ. വ്യക്തി അവരുടെ സ്വന്തം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. വൈകാരിക അടുപ്പത്തിൻ്റെ അഭാവം. അവർ ആഴത്തിലുള്ള സംഭാഷണങ്ങളും വൈകാരിക ബന്ധവും ഒഴിവാക്കുന്നു. കൃത്രിമം. നിങ്ങളെ നിയന്ത്രിക്കാൻ അവർ കുറ്റബോധമോ കോപമോ ആത്മവിശ്വാസമോ ഉപയോഗിക്കുന്നു. പൊരുത്തക്കേട്. അവരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും വിന്യസിക്കുന്നില്ല. അനാദരവ്. അവർ നിങ്ങളുടെ അതിരുകൾ, വികാരങ്ങൾ, ആവശ്യങ്ങൾ എന്നിവ അവഗണിക്കുന്നു. അർദ്ധരാത്രിയിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി നിങ്ങളെ പ്രണയ സംഭാഷണങ്ങൾക്കും ചാറ്റുകൾക്കും വിളിക്കുകയും അവരുടെ വിചിത്രമായ ലൈംഗികാഭിലാഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പിന്നീട് ദിവസം മുഴുവൻ നിങ്ങളുടെ അസ്തിത്വം മറക്കുകയും ചെയ്യുമ്പോൾ അത് യഥാർത്ഥ വ്യാജമാണ്. അവർ നിന്നോടും മറ്റുള്ളവരോടും ഒരേ രീതിയിൽ സംസാരിക്കുമ്പോൾ എന്നെ വിശ്വസിക്കൂ, ഒരു ദിവസം അവർ നിന്നെ ഉപയോഗിക്കും. അവർ എല്ലാവരോടും ശൃംഗരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും മധുരമുള്ള ഭാഗം അവർക്ക് എന്തിനു നൽകണം? സാഹചര്യം എന്തുതന്നെയായാലും ഏറ്റവും ആവശ്യമുള്ളപ്പോൾ കൂടെയുണ്ടാകാൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥ വ്യക്തികൾ. എപ്പോഴും ഒഴികഴിവുകൾ പറയുന്നവരാണ് വ്യാജന്മാർ. എവിടെയെങ്കിലും കൊണ്ടുപോയാലോ എന്തെങ്കിലും വാങ്ങിത്തന്നാലോ നിന്നെ സ്നേഹിക്കുമെന്ന് പറയുന്ന പെൺകുട്ടിയാണ് വ്യാജ. നിന്നേക്കാൾ ധനികനായ ഒരാളെ കിട്ടിയാൽ അവൾ നിന്നെ ഉപേക്ഷിക്കും. നഗ്നത ആവശ്യപ്പെടുകയും വൈകാരികമായി നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യുന്ന ആൺകുട്ടി നിങ്ങളെക്കാൾ സുന്ദരിയായ ഒരാളെ കണ്ടെത്തുമ്പോൾ പോകും. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ ഒന്നുമില്ലാത്തപ്പോൾ യഥാർത്ഥമായത് നിലനിൽക്കും. വ്യാജം നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും വാഗ്ദാനം ചെയ്യുന്നു, എന്നാൽ യഥാർത്ഥമായത് നിങ്ങളുടെ നെറ്റിയിൽ ചുംബിക്കുന്നു. നീ അവരെ വേദനിപ്പിക്കുമ്പോഴും നിന്റെ കൂടെ നിൽക്കുന്നവനും യാതൊരു പ്രതീക്ഷയുമില്ലാതെ നിന്റെ പുഞ്ചിരി കാണാൻ എന്ത് ചെയ്യുന്നവനുമാണ് യഥാർത്ഥ മനുഷ്യൻ. യഥാർത്ഥ സ്നേഹം പങ്കാളികൾ പരസ്പരം വികാരങ്ങൾ, ആവശ്യങ്ങൾ, അതിരുകൾ എന്നിവ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. വൈകാരിക അടുപ്പം. അവർ ആഴത്തിലുള്ള അർത്ഥവത്തായ സംഭാഷണങ്ങളിലും വൈകാരിക ബന്ധത്തിലും ഏർപ്പെടുന്നു. വിശ്വസിക്കുക. അവ വിശ്വസനീയവും സത്യസന്ധവും സുതാര്യവുമാണ്. പിന്തുണ. അവർ പരസ്പരം ലക്ഷ്യങ്ങളെയും
സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. നിസ്വാർത്ഥത, അവർ പരസ്പരം സന്തോഷവും ക്ഷേമവും മുൻഗണന നൽകുന്നു. യഥാർത്ഥ സ്നേഹം ആകർഷിക്കാൻ നിങ്ങളുടെ മൂല്യം അറിയുക. സ്വയം സ്നേഹം, ആത്മാഭിമാനം, സ്വയം അവബോധം എന്നിവ വികസിപ്പിക്കുക. അതിരുകൾ സജ്ജമാക്കുക. നിങ്ങളെങ്ങനെ പെരുമാറാൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമായ പ്രതീക്ഷകൾ സ്ഥാപിക്കുക. പങ്കിട്ട മൂല്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പങ്കിട്ട മൂല്യങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും മുൻഗണന നൽകുക. സ്വയം പരിചരണം പരിശീലിക്കുക. നിങ്ങളുടെ ശാരീരികവും വൈകാരികവും മാനസികവുമായ ക്ഷേമത്തെ പരിപാലിക്കുക. ആധികാരികത, സ്വയം ശരിയാകുക. നിങ്ങൾ ആരെയെങ്കിലും മതിപ്പുളവാക്കാൻ ശ്രമിക്കരുത്. ഓർക്കുക, യഥാർത്ഥ സ്നേഹം ഒരു യാത്രയാണ്, ലക്ഷ്യസ്ഥാനമല്ല. നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരാളുമായുള്ള ശക്തമായ ബന്ധം വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മടുപ്പ് തോന്നിക്കുന്ന, ദുഃഖം മാത്രം ചാർത്തിത്തരുന്ന ബന്ധങ്ങളെ ഒഴിവാക്കുന്നത് മനഃശാന്തി കിട്ടാനും നമ്മിലെ ഊർജവും പോസിറ്റിവിറ്റിയും നഷ്ടമാകാതെയും ഇരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭ്യസിച്ചതും അതുതന്നെ. നോ എന്ന് പറയേണ്ടിടത്ത് അത് പറയാൻ പറ്റിയില്ലെങ്കിൽ ജീവിതം മുഴുവൻ ഒരു ദുഃഖസാഗരമായി പോവും. അപ്പോൾ നിങ്ങൾ സ്വയം വിലയിരുത്തുക. നിങ്ങൾ സന്തോഷം അനുഭവിച്ച് പ്രണയത്തിലാണോ, അതോ കണ്ണീരിൻ്റെ ഉപ്പ് ആസ്വദിച്ച് ദുഃഖത്തിലാണോ? എങ്കിൽ തിരുത്തുക, അല്ലാത്ത പക്ഷം മുന്നോട്ടു പോകുക. ജീവിതത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുക. ജീവിതം ഒന്നേയുള്ളൂ.